നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറും ഭരണപക്ഷവും തമ്മിലുള്ള ശീതയുദ്ധത്തിന് തൽക്കാലം വിരാമം. നിർണായകമായ തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതുപ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂടും. ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത്. സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കമ്മീഷൻ ചെയർമാൻ. IAS ഉദ്യോഗസ്ഥരായ രത്തൻ ഗേൽക്കർ, കെ ബിജു, എസ് ഹരികിഷോർ, കെ വാസുകി എന്നിവരാണ് അംഗങ്ങൾ. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂട്ടാനാണ് തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി നേരത്തെ ബില്ല് പാസാക്കിയിരുന്നു. ഇതിനെതിരെ ഗവർണർക്ക് പ്രതിപക്ഷം കത്ത് നൽകിയെങ്കിലും അവഗണിച്ചാണ് ഗവർണറുടെ നിലപാട്. അതേസമയം മദ്യനയം മാറ്റ ചർച്ചയ്ക്കിടെ ടൂറിസം മന്ത്രിയും ഡയറക്ടറും തമ്മിൽ ഭിന്നത ഉണ്ടെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ അവധിയിൽ പോയ IAS ഉദ്യോഗസ്ഥൻ PV നൂഹിന് ചുമതല മാറ്റം. അദ്ദേഹത്തെ സപ്ലൈകോ CMD ആയി നിയമിച്ചു. ടൂറിസം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അവധിയിൽ പ്രവേശിച്ച അദ്ദേഹം ഈ മാസം 22-ന് തിരിച്ചെത്താനിരിക്കെയാണ് ചുമതല മാറ്റി നൽകിയത്. മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന വാദത്തിനിടെ ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു. അന്ന് യോഗം വിളിച്ച ശിഖ സുരേന്ദ്രനെ നൂഹിന് പകരം ടൂറിസം വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്ന ശിഖ ഈ സ്ഥാനത്തേക്ക് MS മാധവിക്കുട്ടിയെ നിയമിച്ചു. മാധവിക്കുട്ടി സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഡയറക്ടർ പദവിയിലും തുടരും. കൊച്ചിൻ സ്മാർട്ട് മിഷൻ CEO ആയ ഷാജി V നായരെ വൈറ്റില മൊബിലിറ്റി ഹബിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. ഫോർട്ട് കൊച്ചി സബ് കളക്ടറായ K മീരയ്ക്ക് എറണാകുളം ജില്ലാ വികസന കമ്മീഷണറുടെ അധിക ചുമതലയും നൽകി. അതേസമയം തിരുവമ്പാടിയിൽ വൈദ്യുത ബന്ധം വിച്ഛേദിച്ച സംഭവത്തിൽ KSEB ചെയർമാൻ ബിജു പ്രഭാകറിനെതിരെ വിമർശനവുമായി CPM രംഗത്തെത്തി. ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാവില്ലെന്ന് CPM തിരുവമ്പാടി ഏരിയ സെക്രട്ടറി VK വിനോദ് പറഞ്ഞു. തിരുവമ്പാടിയിൽ നടന്ന LDF പൊതുയോഗത്തിലാണ് വിനോദിന്റെ പരാമർശം. ഒരാൾ ആക്രമണം നടത്തിയതുകൊണ്ട് അവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് അംഗീകരിക്കില്ല. സർക്കാർ മുന്നണിയും ഈ നടപടി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഉത്തരവിട്ടതെന്നും ഏരിയ സെക്രട്ടറി VK വിനോദ് പറഞ്ഞു. അതേസമയം തിരുവമ്പാടിയിൽ KSEBയും റസാഖിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദം ഒഴിയുന്നില്ല. റസാഖിന്റെ മകൻ യൂത്ത് കോൺഗ്രസ് നേതാവായ അജ്മൽ KSEB ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് KSEB ഉദ്യോഗസ്ഥർ പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവമ്പാടിയിൽ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. അജ്മലും സഹോദരനും ചേർന്ന് നടത്തിയ ഓഫീസ് ആക്രമണത്തിൽ ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുകയും ഓഫീസ് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ KSEBക്കെതിരെ മാനഹാനിക്ക് കേസ് കൊടുക്കുമെന്ന് റസാഖിന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു. എന്നാൽ മക്കൾ ചെയ്ത കുറ്റത്തിന് മാതാപിതാക്കളെ ശിക്ഷിക്കുന്ന KSEBയുടെ നടപടി വലിയ വിമർശനത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചു. ഇതോടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ KSEB തീരുമാനമെടുത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.